ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3x3 മെട്രിക്സ് എഴുതാം. ഞാനിപ്പോൾ ആദ്യം ഒരു ജനറൽ ആയിട്ടാണ് ഒരു 3x3 മെട്രിക്സ് എഴുതാനായിട്ട് പോകുന്നത്. നമ്മൾ ജനറൽ മെട്രിക്സ് എഴുതാനായിട്ട് മെട്രിക്സിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം A ഈസ് ഈക്വൽ ടു നമ്മൾ 3x3 മെട്രിക്സിൻ്റെ ജനറൽ മെട്രിക്സ് എങ്ങനെ എഴുതുന്നത്? A11, A12, A13 ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോ A21, A22, A23, തേർഡ് റോ A31, A32, A33. അപ്പോൾ ഇതാണ് ഒരു 3x3 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതിനൊരു ഡിറ്റർമിനൻ്റ് ഫോമിലേക്ക് നമുക്കിതിനെ എഴുതാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A11, A12, A13, A21, A22, A23, A31, A32, A33. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്തു? ഒരു ഡിറ്റർമിനൻറ്റ് ഫോമിലോട്ട് നമ്മൾ മാറ്റി. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഏത് റോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏത് കോളം ഉപയോഗിച്ചോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പം മനസ്സിലാവത്തില്ല, ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഇതിലെ ഫസ്റ്റ് റോ ആണ്. ഓക്കെ, ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ എന്താണ്? A11, A12, A13. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പേജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് ഇതൊന്നും കൂടെ എടുത്ത് എഴുതാം. കാരണം പേജ് മറിക്കുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണിച്ച് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ് എക്സ്പാൻഡിങ് എലോങ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ്പാൻഡിങ് എലോങ് ഫസ്റ്റ് റോ. ഓക്കെ, അപ്പോൾ ഞാനിതിലെ ആദ്യത്തെ എന്താ എടുക്കാൻ പോകുന്നത്? ആദ്യത്തെ എലമെൻ്റാണ് ഞാനിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടുത്തെ ആദ്യത്തെ എലമെൻ്റ് എടുക്കുവാണ് A11. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് A11 ഞാൻ എഴുതുന്നതിന് മുന്നേ ഞാനിവിടെ എഴുതുവാണ് -1 ദ ഹോൾ റേസ് ടു 1 + 1. അതായത് ഇത് ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിത് എഴുതുവാണ്. സിമ്പിളായിട്ട് എന്താണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്ന്, അതായത് നമ്മളിപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 3 എലമെൻറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഓൾട്ടർനേറ്റ് ആയിട്ട് അതിൻ്റെ സൈൻ മാറണ്ടേ? അപ്പോൾ ആ സൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എലമെൻറ്റ് എടുത്തത് 1 അല്ലേ? അപ്പോൾ -1 റേസ് ടു ആ 1 ആഡ് ചെയ്യുക. അതായത് 1 + 1 ഞാനിവിടെ ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു? A11 ആ ഫസ്റ്റ് എലമെൻറ്റ് ഞാൻ എഴുതി. അതിനുശേഷം ഇൻറ്റു ഈ നമ്മളെടുത്ത എലമെൻ്റ് ഉണ്ടല്ലോ A11, ആ എലമെൻ്റ് ഉള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആ റോ ഇതാണ്, കോളം ഇതാണ്. ബാക്കിയുള്ള എലമെൻറ്റ് ഈ 4 എണ്ണമായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ ആ എലമെൻറ്റുകൾ എന്താണ്? A22, A23, A32, A33. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് വെച്ച് എഴുതി. ഇനി നമ്മൾ അടുത്ത എലമെൻറ്റ് എടുക്കാൻ പോവുക. അപ്പോൾ ഇവിടെ എന്താ? A12 ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകുന്നത് -1 റേസ് ടു 1 + 2. 1 2 അല്ലേ നമ്മൾ എടുത്തത്? അപ്പോൾ -1 റേസ് ടു 1 + 2 ഇൻറ്റു A12 ഇൻറ്റു ഇനി എന്താ ചെയ്യേണ്ടത്? ആ A12 ഉള്ള റോയും കോളവും മാറ്റുക. റോയും കോളവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 എലമെൻറ്റുകൾ ഇത് 4നെയും എടുത്തെഴുതുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? A21, A23, A31, A33. അതിനെ നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ഇനി ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റ് കൂടെ മിച്ചമില്ല. ഏതാണ്? A13. അപ്പോൾ അതിനെ നമ്മൾ എഴുതാനായിട്ട് പോകുവാണ്. പ്ലസ് -1 റേസ് ടു 13 എന്ന് പറയുമ്പം 1 + 3 ഇൻറ്റു A13 ഇൻറ്റു ഇനി ആ A13 ഉള്ള റോയും കോളവും നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. A13 ഉള്ള റോ ഇതാണ്, കോളം ഇതാണ്. അപ്പോൾ അതിനെ രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ഈ 4 എലമെൻറ്റുകളെ എടുത്തെഴുതുക. അപ്പോൾ അത് എടുത്തെഴുതുമ്പോൾ എന്തായിരിക്കും വരുന്നത്? A21, A22, A31, A32. കണ്ടോ? ഇത്രയുമാണ് നമ്മളുടെ എന്താ
3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ A11 A12 A13യുടെ സ്ഥാനത്തൊക്കെ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇതൊരു ജനറൽ ഫോർമാറ്റിൽ പറഞ്ഞതാണ്, നമ്പേഴ്സ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ എന്താണ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം -1 നമ്മൾ ആദ്യം ഏത് റോ ആണോ, അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് A11 A12 A13 ഫസ്റ്റ് റോ ആയതുകൊണ്ടാണ് എനിക്കിതെടുക്കാം. A11 A21 A31, അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ നമ്പരും മാറും, അതിനനുസരിച്ച് നമ്പറുകൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത ആ എലമെൻറ്റിൻ്റെ റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള 4 എലമെൻറ്റുകൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഡിറ്റർമിനൻ്റ് അകത്ത് ഇടണം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കി, -1 എന്ന് പറയുന്നത് എന്താ, -1². അപ്പോൾ ഇതെന്താകും, 1 ആകും, ഇത് പോസിറ്റീവ് ആകും. ഇവിടെ -1 + 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ -1 = 3 -1 തന്നെ, അപ്പോൾ ഈ പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ അവിടെ മൈനസ് ആകും. ഇവിടെ -1 + 1 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ -1 എന്ന് പറയുന്നത് 1 ആകും. അപ്പോൾ ഇവിടെയും പ്ലസ് ആകും. ഇത് എഴുതിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് എഴുതേണ്ട ആവശ്യം ഇല്ല. പ്ലസും മൈനസും എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ എഴുതി നിങ്ങളെ കാണിച്ചത്. ഓക്കെ, അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ആദ്യം പ്ലസ്സിൽ നിന്ന് തുടങ്ങുക, പിന്നെ അടുത്ത മൈനസ് ഇടുക, പിന്നെ അടുത്ത പ്ലസ് മൈനസ്, അങ്ങനെ ചെയ്താൽ മതി. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പ്ലസും മൈനസും വരുന്നത്. ഓക്കെ, ഇനി ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര എഴുതി. ഇപ്പോൾ A11ൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും, അത് നമ്മളിവിടെ എഴുതി ഇൻറ്റു ഈ ഡിറ്റർമിനൻ്റ് അടുത്ത് കിടക്കുന്ന 4 എലമെൻറ്റുകളല്ലേ. ഇതൊരു 2x2 മെട്രിക്സ് അല്ലേ, 2x2 മെട്രിക്സ് അല്ലേ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ആ സാധനങ്ങളായിരിക്കണം ഇത് 3ലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ കിട്ടുന്ന ആൻസറും ഈ പുറത്തെഴുതിയിരിക്കുന്ന നമ്പറും കൂടെയാണ് നമ്മൾ ഇൻറ്റു ചെയ്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഇതെന്താകും, മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പോകുവാണ്. അപ്പോൾ ആദ്യത്തെ എന്ത് വരും, A11 ഇൻറ്റു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഉള്ള സൈൻ പ്ലസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. A11 ഇൻറ്റു, ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്ത് വരും, A22 × A33 മൈനസ് A32 × A23. അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്, A22 × A33 മൈനസ് A32 × A23. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് വെച്ചിട്ടുള്ളത് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ പ്ലസ് ആയിരുന്നു, അടുത്ത എന്താ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അടുത്ത എന്താണ്, മൈനസ് ആണ്. അപ്പോൾ അടുത്ത എലമെൻറ്റ് മൈനസ് A12. ഇപ്പോൾ 11 കഴിഞ്ഞ അടുത്ത എലമെൻറ്റ് എന്താ, A12 ഇൻറ്റു അടുത്ത ഏതിൻ്റെ ഡിറ്റർമിനൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്, കണ്ടോ 12ൻ്റെ ഒപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഈ 2x2ൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും, A21 × A33 മൈനസ് A31 × A23. അതാണ് നമ്മൾ എഴുതേണ്ടത്. A21 × A33 മൈനസ് A31 × A23. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റും വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തത്, ഇപ്പോൾ പ്ലസ്സായി മൈനസായി, അപ്പോൾ അടുത്ത് എന്താണ്, പ്ലസ് ആണ്. മൂന്നാമത്തെ എലമെൻറ്റ് A13യുടെ ഒപ്പം നമ്മൾ എഴുതേണ്ടത് ഏതാണ്, ഈ എഴുതിയിട്ടുള്ള 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്ത് വരും, A21 × A32 മൈനസ് A31 × A22. അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്ത് വരും, A21 × A32 മൈനസ് A31 × A22. അപ്പോൾ ഇതാണ് 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് വെച്ച് ചെയ്ത് ഞാനിപ്പോൾ ഒരു പ്രോബ്ലം കാണിച്ചു തരാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് 2 4 -5 3 1 2 0 -1 4. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഒന്ന് ഡിറ്റർമിനൻ്റ് ഫോമിലേക്ക് നമുക്കിതിനെ ഒന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിനെ നെയിം ചെയ്യാം, എ എന്ന് കൊടുക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 4 -5 3 1 2 0 -1 4. അപ്പോൾ ഞാനിതിനെ ഒരു ഡിറ്റർമിനൻ്റ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് റോയോ അല്ലെങ്കിൽ ഏത് കോളമോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് റോ ആണ്. അപ്പോൾ എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ ആണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് എഴുതാം. എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോയിലുള്ള ആ 3 എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് ഏതായിരുന്നു, കണ്ടോ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻ്റ് ആണ് 2. അപ്പോൾ 2 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും, 2 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഈ 4 എലമെൻറ്റുകളെ ഒരു ഡിറ്റർമിനൻ്റ് അകത്താക്കി എഴുതും. അപ്പോൾ 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1 2 -1 4. അതാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ഏതാണ്, നമ്മളതൊരു ഡിറ്റർമിനൻ്റിനകത്ത് എഴുതണം. 1 2 -1 4. അപ്പോൾ ആദ്യം നമ്മൾ പ്ലസ് ആണ് എടുത്തത്. അപ്പം അടുത്ത എന്തായിരിക്കും വരുന്നത്, മൈനസ് ആണ്. ഇനി ഫസ്റ്റ് റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് ഏതാണ് നോക്കിയേ, ഫസ്റ്റ് റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻ്റ് ആണ് 4. ഇനി ആ 4 ഉള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഈ 4 എലമെൻറ്റുകൾ എഴുതും. എന്താ 3 2 0 4. അപ്പോൾ എന്താ വരുന്നത്, 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 3 2 0 4. 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 3
2 0 4. ഇപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ എഴുതി. ഇനി ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റും കൂടെ ഉണ്ട് ലാസ്റ്റ്. അപ്പം നമ്മളിവിടെ പ്ലസ് ആയി മൈനസ് ആയി അടുത്ത എന്താണ് പ്ലസ് തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻ്റ് ആണ് -5. അപ്പോൾ ഈ -5 ഉള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള 4 എലമെൻറ്റുകൾ നമ്മൾ എടുക്കും. 3 1 0 -1. അടുത്തതാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് -5 അല്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പ്ലസ് എടുത്തതുകൊണ്ട് -5നെ നമ്മളൊരു ബ്രാക്കറ്റിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് -5 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? 3 1 0 -1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടുള്ള 3 എലമെൻറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമിനൻ്റ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മൾ 2/2 മെട്രിക്സിൻ്റെ ഇത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? 1 × 4 മൈനസ് -1 × 2 അല്ലേ? അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് എഴുതാം. 1 × 4 മൈനസ് -1 × 2. മൈനസ് ഉള്ളതുകൊണ്ടാണ് ഞാനിതൊന്ന് ബ്രാക്കറ്റിലാക്കിയത്. ഓക്കെ, അടുത്ത എലമെൻറ്റ് -4 അല്ലേ? അപ്പം -4 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 3 × 4 മൈനസ് 0 × 2. അപ്പോൾ 3 × 4 മൈനസ് 0 × 2. ഇനി അടുത്ത എലമെൻറ്റ് ഇവിടെ നോക്കിയാൽ പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. അപ്പം -5 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 3 × -1 മൈനസ് 0 × 1. അപ്പോൾ 3 × -1. അപ്പോൾ അത് ഞാൻ മൈനസ് ഉള്ളതുകൊണ്ട് അതിനൊരു ബ്രാക്കറ്റ് ഇട്ടു. -0 × 1. ഓക്കെ, ഇനി ഇതിനൊന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ചൊന്ന് സോൾവ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ ആവും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 × 4 4 മൈനസ് -1 × 2 -2 -4 ഇൻറ്റു 4 × 3 12 മൈനസ് 0 × 2 0 -5 ഇൻറ്റു 3 × -1 -3 -0 × 1 0 തന്നെ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ മൈനസ് എന്താകും? പ്ലസ് ആകും. അപ്പോൾ 4 + 2 6 -4 ഇൻറ്റു 12 - 0 എന്ന് പറയുന്നത് 12 തന്നെ. -5 ഇൻറ്റു -3 - 0 എന്ന് പറയുന്നത് -3 തന്നെ. വിച്ച് ഇസ് ഈക്വൽ ടു 6ന് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 6 × 2 12 -12 × 4 48 -5 × -3 is -15. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസും പ്ലസ് ആകും. അപ്പോൾ 12ഉം ഈ 15ഉം കൂടെ പ്ലസ് ചെയ്യാം നമുക്ക് ആദ്യം. 12ഉം 15ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരും? 27 ആകും. ഈ -48 എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു -21 ഇസ് ദ ഫൈനൽ ആൻസർ. അതായിരിക്കും നമുക്ക് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യം ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം, പക്ഷെ ചെയ്ത് പഠിച്ചാൽ മതി. മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ മെത്തേഡ് കൃത്യമായി ഓർത്തിരിക്കുക. നമ്മൾ ഏത് റോയോ ഏത് കോളമോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പ്ലസും മൈനസും എടുക്കുന്നത്. എന്താ? നമ്മൾ ഏത് എലമെൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് റോ ആണോ എടുക്കുന്നത് അതിൽ ആദ്യത്തെ എലമെൻ്റ് എടുക്കുക. അതുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റ് ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുക. അതുപോലെ തന്നെ ബാക്കി എല്ലാം. ഓക്കെ, പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്